നമസ്കാരം. ഇന്നാണ് ആ ജനുവരി 10. വയനാട് തറക്കല്ല് വീണ്ടും ഇടുന്ന അതേ ദിവസം. മറന്നോ നിങ്ങൾ? ഒരു കലണ്ടറൊക്കെ കൊണ്ട് കൊടുത്തു. ഏത് മനുഷ്യർക്ക്? പ്രളയം ജീവിതം താറുമാറാക്കിയ മനുഷ്യർക്ക് പ്രിയങ്ക ഗാന്ധി ഒരു ത്രാസിലിരുന്ന് ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്ന ഫോട്ടോയും കൊണ്ട് കൊടുത്ത്, പ്രിയങ്ക ഗാന്ധി ഏതോ വരമ്പത്തൂടെ നടക്കുന്ന ഫോട്ടോകളൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷം ഇതിൽ ജനുവരി 10 മാർക്ക് ചെയ്തു എന്ന് ഈ അടുത്ത ദിവസം ഒരു വലിയ മോഹന വാഗ്ദാനം പുറത്തേക്ക് വന്നിരുന്നു. ഓട്കയാണോ അതിൻ്റെ പിന്നിലെന്ന് നാട്ടുകാർക്ക് അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം ഇന്ന് ആ ജനുവരി 10 എന്ന ദിനം അങ്ങനെ കടന്നു പോയി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ആ വാക്കുണ്ട്. 10-ാം തീയതിക്കകം ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ഇതിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള തറക്കല്ലിടലും അനുബന്ധ കാര്യങ്ങളും നിർമ്മാണ പ്രവർത്തികളും ഒക്കെ തുടങ്ങി കഴിയും. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലോക വ്യക്തതാ ദിനമായിട്ട് ഇന്ന് ആചരിക്കുകയാണ്. കാര്യം അങ്ങനെ വ്യക്തതാ ദിനമായിട്ട് ആചരിക്കാൻ കൂടി ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം ഇത് ആദ്യമായിട്ട് പറഞ്ഞതല്ലേ, മനുഷ്യർക്ക് ഇത് പറ്റിപ്പോകുമെന്ന് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും. അങ്ങനെയല്ല. ഇക്കഴിഞ്ഞ ഡിസംബർ 28 വേറൊരു ഓഫർ ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്നത്തെ വോട്ട് കിട്ടാൻ വേണ്ടി ഒരു മോഹന വാഗ്ദാനം കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ആ പാവപ്പെട്ട മനുഷ്യർക്ക് സ്വന്തം പോക്കറ്റിലെ പൈസയല്ല, നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത പൈസ വെച്ചിട്ട് ഒരു വലിയ തറക്കല്ലിടലിന്റെ വാഗ്ദാനം കൊടുത്തിരുന്നു. ഓർമ്മയുണ്ടോ? കണ്ടേ. വീടിന്റെ നിർമ്മാണം തുടങ്ങുന്നതിന്റെ തീയതി ഡിസംബർ മാസം 28-ാം തീയതി കോൺഗ്രസ് ജന്മദിനത്തിൽ ആരംഭിക്കണം. ഈ മാസം തന്നെ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നു. അതിന്റെ സ്ഥലവും കാണിക്കും, പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യും. തർക്കമില്ല. ഞാൻ സ്ഥലം പറയും. സ്ഥലം ഞങ്ങൾ കണ്ടെത്തി, സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു, ഞങ്ങൾ അതിന്റെ ലീഗലായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ഞങ്ങൾ പൂർത്തീകരിച്ചു. ഞങ്ങൾ അതിന്റെ നടപടികൾ, അതിന്റെ കോണ്ടൂർ മാപ്പിംഗ് പൂർത്തീകരിച്ച് അതിന്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു വലിയ ടീമിനെ ഏൽപ്പിച്ച് നിർമ്മാണത്തിനുള്ള ഏജൻസിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഫൈനലൈസ് ചെയ്തു. ഓരോന്ന് പറയും. ഒന്ന്, സ്ഥലത്തിന്റെ അഡ്വാൻസ് കൈമാറി. 2, സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് ഞങ്ങൾ കടക്കുന്നു. 3, അതിന്റെ കോണ്ടൂർ മാപ്പിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നു. 4, അതിന്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു നല്ലൊരു ടീമിനെ, കൊള്ളാവുന്ന ടീമിനെ സെലക്ട് ചെയ്ത് അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം രജിസ്ട്രേഷൻ നടപടികളും ഈ മാസം പ്രവൃത്തിയും തുടങ്ങാനുള്ള എല്ലാ ക്രമീകരണവും കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. കേട്ടല്ലോ. അധികാരത്തിലില്ലാതെ പ്രതിപക്ഷത്തിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ അധികാരത്തിൽ വന്നാൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവരാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. പക്ഷേ ഏതെങ്കിലുമൊക്കെ സമ്പന്നരോ പ്രിവിലേജുള്ള മനുഷ്യരെടുത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല. ജീവിതം തന്നെ ഛിന്ന ഭിന്നമായ മനുഷ്യരെടുത്താണ് ഇങ്ങനെ ഓരോരോ ഡേറ്റ് പറഞ്ഞ് അവരെ ഇട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നത്. ആർക്കാണ് വീട് കൊടുക്കാൻ പോകുന്നതെന്നും അറിയില്ല. ഇനിയിപ്പോൾ ആ വീടുകളെല്ലാം ഏതെങ്കിലുമൊക്കെ വയനാടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടിയാണോ എന്നുള്ളത് അറിയില്ല. സ്ഥലം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രനിലാണെന്നുള്ള സംശയം ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഈ നാട്ടിലെ മനുഷ്യരെ പറ്റിക്കുന്നവരെയാണോ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നത്? ഒരു പ്രദേശത്തെ ജനവിഭാഗം അവരുടെ ജീവിതം താറുമാറായ അവസ്ഥയിൽ അവരുടെ മുന്നിൽ പോയി നിന്ന് ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു MLA എന്നുള്ള നിലയ്ക്കൊക്കെ പച്ച കള്ളം പറയാൻ ഒരു ഉളുപ്പുമില്ല എന്നതിൻ്റെ തെളിവല്ലേ നിങ്ങൾ കണ്ട ഈ 2 പ്രതികരണം. എന്നിട്ടും അതിലൊന്നും യാതൊരു ചളുപ്പും ഇല്ലാതെയാണ് ഈ അടുത്ത ദിവസം നിങ്ങൾ മറ്റൊരു ദൃശ്യം കൂടി കണ്ടിരുന്നു. സർക്കാർ കൽപ്പറ്റയിൽ പൂർത്തീകരിക്കാൻ പോകുന്ന ടൗൺഷിപ്പിൽ പോയി നിന്ന് ഒരു വല്ലാത്ത വിടൽ സംഘ് വിട്ടിരുന്നു. നേരത്തെ പകൽ സമയത്തും രാത്രിയും ഒക്കെയായി പല സമയത്തും ഞങ്ങൾ ഈ പദ്ധതി സ്ഥലത്ത് വരികയും പ്രവർത്തനമൊക്കെ നോക്കിക്കാണുകയും ചെയ്ത ആളുകളാണ്. പിന്നെ സ്പെഷ്യൽ ഓഫീസറായ ശ്രീ അരുണുമായി ദീർഘനേരം അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു. സർക്കാർ വിഭാവനം ചെയ്തതനുസരിച്ച് പ്രവർത്തികൾ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ അദ്ദേഹവുമായി പങ്കുവയ്ക്കുകയുണ്ടായി. അതിനുശേഷം ഊരാലുങ്കലിന്റെ ഡയറക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. അവിടെ കിക്കോണിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരൊക്കെയായി സംസാരിച്ചു. ഭവനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു. ഇപ്പോൾ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. തീർച്ചയായും സമയബന്ധിതമായി ഈ വീടിന്റെ നിർമ്മാണം സമ്പൂർണ്ണമായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ പ്രതീക്ഷയിലാണ്. ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി ആദ്യഘട്ട ഭവനങ്ങൾ
ദുരന്തബാധിതരായ ആളുകൾക്ക് കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. ഞങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും സഹകരിച്ച ആളുകളാണ്. അതിൽ അഭിമാനമുണ്ട്. തീർച്ചയായും ഇതൊരു മാതൃകാ പദ്ധതിയായി ഉയരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. സ്വന്തമായിട്ട് പറഞ്ഞത് ഇങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ കലണ്ടറിൽ ഓരോരോ വർഷം ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകാം. ആ കലണ്ടറിന്റെ പേജ് തീർന്ന അടുത്ത ഡിസംബർ ആയാലും ഇത് നടക്കണ കേസല്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച ഫണ്ടായതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. സ്വന്തം നിലയ്ക്ക് പറഞ്ഞ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ല. ആ പിരിച്ചെടുത്ത ഫണ്ട് എത്ര രൂപയുണ്ട്, യൂത്ത് കോൺഗ്രസ് എത്ര പിരിച്ചു, കോൺഗ്രസ് എത്ര പിരിച്ചു, ഊത്തന്മാരെല്ലാം കൂടി ചേർന്ന് എത്ര പിരിച്ചു എന്ന് പോലും നാട്ടുകാർക്കറിയില്ല. വീട് വയ്ക്കാൻ പോവുകയാണ്, അതിനുവേണ്ടി എത്ര തുകയുണ്ട്, ഇതൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ആ നാട്ടിലെ ജനങ്ങളെ ഒരു തരത്തിലും വ്യക്തത വരുത്താതെ ഇങ്ങനെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്? ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ഇത്തരം ആൾക്കാരെയാണ് കണ്ണടച്ച് വിശ്വസിക്കുന്നതെങ്കിൽ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വയം ആത്മഹത്യാപരത്തിന് തയ്യാറാകുന്നു എന്നൊരു ചോദ്യം മാത്രമേ നിങ്ങളോട് വിനയപുരസരം ഉന്നയിക്കാനുള്ളൂ.